ഏകദേശം 3,4 ലക്ഷം കോടി രൂപയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ കരാറിൽ ഒപ്പിടാനായിട്ട് ഇന്ത്യ ഒരുങ്ങുകയാണ്. 114 റഫേൽ യുദ്ധവിമാനങ്ങൾ. അതിൽ മെജോറിറ്റിയും ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന പ്ലാനിങ്ങോട് കൂടിയിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കും. സോ അങ്ങനെ ഒരു വലിയ കരാറ് ഇന്ത്യ ഒപ്പിടാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ 2026 ഗ്ലോബൽ ഫയർ പവർ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു റിപ്പോർട്ടാണ്. ലോകത്ത് തന്നെ രാജ്യങ്ങളുടെ മിലിറ്ററി സ്ട്രെങ്ത് റാങ്ക് ചെയ്യുന്നതിൽ മുൻനിരയിലുള്ള ഒരു സ്ഥാപനമാണ് ഗ്ലോബൽ ഫയർ പവർ എന്ന് പറയുന്നത്. ഈ ഇന്റർനാഷണൽ സ്ഥാപനം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ട പട്ടികയാണ് വളരെ പ്രധാനപ്പെട്ട ലോകശക്തികളെ നിർണ്ണയിക്കുന്നത്. ഈ പട്ടിക അനുസരിച്ച് ലോകത്തിലെ 10 പ്രബല ശക്തികൾ അല്ലെങ്കിൽ സൈനിക ശക്തികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ലോകത്തെ 10ാമത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈനിക ശക്തി എന്ന് പറയുന്നത് ഇറ്റലിയാണ്. 9ാം സ്ഥാനത്ത് തുർക്കിയാണ്. 8ാം സ്ഥാനത്ത് UK ആണ്. 7ാം സ്ഥാനത്ത് ജപ്പാനാണ്. 6ാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ്. 5ാം സ്ഥാനത്ത് സൗത്ത് കൊറിയ ആണ്. 4ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. 3ാം സ്ഥാനത്ത് ചൈന. 2ാം സ്ഥാനത്ത് റഷ്യ. 1ാം സ്ഥാനത്ത് അമേരിക്ക. ഇതിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നിരവധി രാജ്യങ്ങൾ നമ്മൾ ഇതിനകത്ത് 10 രാജ്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കണ്ടു. ഇതിലൊന്നും തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയെ വിറപ്പിച്ച സോ കോൾഡ് പാകിസ്ഥാനെ കാണാനില്ല. എവിടെ പോയി പാക്കികൾ അല്ലേ? നമ്മൾ എല്ലാവരും നോക്കുകയാണ്. പാകിസ്ഥാന്റെ നരേറ്റീവ് എന്തായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയെ മൂക്കിൽ വലിച്ചു കയറ്റി ഇന്ത്യയെ വിറപ്പിച്ചു, ഞങ്ങളുടെ ഫീൽഡ് മാർഷൽ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയ പാകിസ്ഥാനെ ലോകത്തെ ഏറ്റവും ശക്തമായ 10 മിലിറ്ററിയിൽ അല്ലെങ്കിൽ ശക്തമായ 10 സൈനിക ശക്തികളായിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ 10ാം സ്ഥാനത്ത് പോലും ഇല്ലെന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ റാങ്ക് ഇടിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ പട്ടികയിൽ വളരെ വ്യക്തമായി കാണിക്കാം. പാകിസ്ഥാൻ 14ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആ ഒരു വലതുവശത്തായിട്ട് റെഡ് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. താഴേക്കാണ് പാകിസ്ഥാന്റെ റാങ്ക്. ഒരു ഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ 5 വർഷത്തെ മിലിറ്ററി റാങ്കിങ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ 7ാം സ്ഥാനത്ത് വരെ വന്ന രാജ്യമാണ്. അതേപോലെ തന്നെ 9ാം സ്ഥാനത്തുണ്ടായിരുന്നു. 10ാം സ്ഥാനത്തും 12ാം സ്ഥാനത്തും വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാൻ 14ാം സ്ഥാനത്തേക്ക് പോയത്? കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം 2026 എത്തുമ്പോൾ ഇതിനിടയിൽ എന്താണ് പാകിസ്ഥാന് സംഭവിച്ചത്? ആകെ നമുക്കറിയാവുന്ന കാര്യം ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ 16ഉം 17ഉം സ്ഥാനത്തൊക്കെ ആയിരുന്നേ. അവിടെ നിന്ന് പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞ പോലെ 7ാം സ്ഥാനം വരെയൊക്കെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൈനയുടെ അടുത്ത് നിന്ന് ലോൺ എടുത്തും കടമായിട്ടും ഒക്കെ നിരവധി ആയുധങ്ങൾ പാകിസ്ഥാൻ വാങ്ങി. ഇതിനകത്ത് യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്നു. ഇതിനകത്ത് വിമാനങ്ങൾ JF-17 എന്ന് പറയുന്ന ചൈനീസ് വിമാനം പാകിസ്ഥാൻ അവരുടെയും കൂടെ പേരിൽ ചേർത്താണ് വിൽക്കുന്നത്. അതായത് പാകിസ്ഥാൻ അതിൽ കാര്യമായ റോളൊന്നുമില്ല. അതിന്റെ പൂർണ്ണമായ ടെക്നോളജി നിർമ്മാണമൊക്കെ ചൈനയാണ്. പക്ഷെ അത് പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിർമ്മിക്കുന്നതെന്നാണ് വെപ്പ്. എന്നാലും ഈ JF-17 യുദ്ധവിമാനങ്ങൾ, ചൈനീസ് യുദ്ധക്കപ്പലുകൾ, അതുപോലെ ചൈനയുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള ആയുധങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ കൂടുതൽ ആയുധങ്ങളുള്ള ഒരു രാജ്യമാണെന്ന് ലോകത്തെ കാണിച്ചു. ഞങ്ങളുടെ കയ്യിൽ അതുണ്ട്, ഇതുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് ഇതിനെയൊക്കെ കാണിക്കുകയുണ്ടായി. അപ്പോൾ ഗ്ലോബൽ ഫയർ പവർ എപ്പോഴും രാജ്യങ്ങളുടെ ആയുധങ്ങളുടെ എണ്ണവും പരിഗണിക്കും. ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ കൈവശമുള്ള യുദ്ധവിമാനങ്ങൾ, കൈവശമുള്ള വിമാനവാഹിനി കപ്പലുകൾ, അല്ലെങ്കിൽ ഡിസ്ട്രോയറുകൾ, അല്ലെങ്കിൽ മറ്റ് യുദ്ധക്കപ്പലുകൾ, മുങ്ങിക്കപ്പലുകൾ, ഇങ്ങനെ സകല കാര്യങ്ങളും അവരുടെ മാൻ പവർ, എക്കണോമി, അവരുടെ റിസോഴ്സസ്, ഇതെല്ലാം പരിഗണിച്ചിട്ട് വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് ഈ ഒരു പട്ടിക തയ്യാറാക്കുന്നത്. സോ ഈ പട്ടികയിൽ നേരത്തെ 7ഉം 8ഉം 10ഉം സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ 14ാം സ്ഥാനത്തേക്ക് പോയതിന്റെ പ്രധാന കാരണം ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിൽ തള്ളി മറിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അതായത് ഇന്ത്യ ഒരു 5 വർഷത്തേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം പാകിസ്ഥാനെ അടിച്ച് ഓടിച്ച് ഒരു മൂലക്കിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓടിപ്പോയിട്ട് സൗദിയുമായിട്ട് ഒരു ഡിഫൻസ് കരാർ വരെ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ നാളെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് സൗദിയും കൂടെ ഒരു കാരണമായിട്ട് കൊണ്ടുവരാമല്ലോ. കാരണം സൗദി പറയും, അയ്യോ ഞങ്ങളുമായിട്ട് ഡിഫൻസ് ഡീൽ ഉള്ളതാണ്, ഇന്ത്യ ഒന്ന് പരിഗണിക്കണം, ഒന്നുമില്ലെങ്കിലും നമ്മൾ സുഹൃത്തുക്കളല്ലേ, ഞങ്ങളെ ഓർത്തെങ്കിലും അവന്മാരെ അടിക്കരുത്. കാരണം നിങ്ങളും അവരുമായിട്ട് യുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളാണ് ധർമ്മസങ്കടത്തിലായി പോകുന്നത്, നമ്മളുമായിട്ട് ഡിഫൻസ് കരാറുമുണ്ട്, കഷ്ടകാലത്തിന് അത് ഒപ്പുവെച്ചു പോയി, ഒന്ന് സഹകരിക്കണം എന്ന് പറയാൻ ഒരു മധ്യസ്ഥനായിട്ടാണ് സൗദിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സൗദിയുമായിട്ട് നാറ്റോ മോഡൽ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. ഞങ്ങളെ ആക്രമിച്ച് നിങ്ങളും കൂടി വരണേ, നിങ്ങളെ ആക്രമിച്ച് ഞങ്ങൾ വരാം എന്നുള്ള സാധനം. സൗദി അറേബ്യ ആരാണ് ആക്രമിക്കാൻ പോകുന്നത്?
ഇറാൻ ആക്രമിക്കൂ, അല്ലെങ്കിൽ തുർക്കി ആക്രമിക്കൂ, ഏതെങ്കിലും രാജ്യം സൗദി അറേബ്യ ആക്രമിക്കൂ. കാരണം അമേരിക്കയാണ് സൗദിയുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. സൗദി, UAE തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് അമേരിക്കയാണ്. അവിടെയുള്ള എണ്ണ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ്, അമേരിക്കൻ കമ്പനികളാണ്. സോ അമേരിക്കയേക്കാൾ വലിയൊരു പ്രൊട്ടക്ടർ വേറെ ആര് വേണം? ഇപ്പൊ ഇസ്രായേൽ നാളെ സൗദി ആക്രമിച്ചാൽ ചലിക്കുമോ പാകിസ്ഥാൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ചലിക്കാനുള്ള ധൈര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പലസ്തീന് വേണ്ടിയിട്ട് ഒരു മിസൈൽ വേണ്ട, നമ്മളെ ദീപാവലിക്ക് വിടുന്ന ഒരു റോക്കറ്റ്, ആ ഒരു സാധനം ഉണ്ടല്ലോ, അതെങ്കിലും ഒരെണ്ണം അയക്കാൻ പാകിസ്ഥാന് ധൈര്യമുണ്ടോ? ഇസ്ലാമിക ലോകത്തിന്റെ രക്ഷകരാണ്, ആണവായുധമുള്ള ഏക രാജ്യമാണെന്നൊക്കെ തള്ളിമറിക്കുന്ന പാകിസ്ഥാൻ പലസ്തീനുമായിട്ട് ഇസ്രായേൽ യുദ്ധം ചെയ്തു. ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം ചെയ്തു. വലിയ വായിൽ ഇസ്രായേലിനെ എതിർക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇവൻ ഇറാനും അതുപോലെ ഇസ്രായേലും തമ്മിൽ വരെ യുദ്ധം ചെയ്തു. ഒരു ചെറു വിരലെങ്കിലും ഇസ്രായേലിനെതിരെ അനക്കിയോ പാകിസ്ഥാൻ? ഇല്ലല്ലോ. അപ്പൊ ആ പാകിസ്ഥാൻ നാളെ ഇസ്രായേൽ സൗദി അറേബ്യ ആക്രമിച്ചാൽ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യില്ല. കാരണം അമേരിക്കയ്ക്ക് എതിരായിട്ട് ഒന്നും ചെയ്യാനുള്ള തന്റെ ഇടമോ ധൈര്യമോ അന്നും ഇന്നും പാകിസ്ഥാൻ ഇല്ല. അപ്പൊ പിന്നെ എന്തിനാണ് സൗദി അറേബ്യക്ക് പാകിസ്ഥാന്റെ ഒരു സപ്പോർട്ട്? എന്തിനാണ് പാകിസ്ഥാന്റെ സംരക്ഷണം? പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ ഒരു ഡിഫൻസ് ഡീൽ ഉണ്ടാക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത്? ശരിക്കും ഇവിടെ ആവശ്യം സൗദിക്കല്ല, മറിച്ച് പാകിസ്ഥാനാണ്. നാളെ ഇന്ത്യ അടിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മീഡിയേറ്റർ ആയിട്ടെങ്കിലും കൊണ്ടു നിർത്തി സംസാരിക്കാനുള്ള ഒരു കക്ഷിയായിട്ടാണ് പാകിസ്ഥാൻ സൗദിയെ കാണുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ കൊടുത്ത അടി എന്ന് പറഞ്ഞത് അമ്മാതിരി അടിയാണ്. എന്ന് വെച്ചാൽ തന്ത്രപരമായ യുദ്ധമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കൺട്രോൾ യൂണിറ്റുകൾ തകർക്കുക, എയർ ഡിഫൻസ് സിസ്റ്റംസ് തകർക്കുക, അവരുടെ റൺവേകൾ തകർക്കുക, വിമാനത്താവളങ്ങൾ തകർക്കുക, ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരുന്ന സംഭരണശാലകൾ തകർക്കുക, ഈ ആയുധങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കൺട്രോൾ യൂണിറ്റുകളെ തകർക്കുക, എന്തിന് ഇവരുടെ ആണവായുധം സംരക്ഷിക്കുന്ന, സൂക്ഷിച്ചു വയ്ക്കുന്ന കവാടത്തിന്റെ മുന്നിൽ വരെ ഇന്ത്യ അടിച്ചു എന്നാണ് ചിലർ പറയുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ല, ഇന്ത്യ ഒഫീഷ്യലായിട്ട് സമ്മതിക്കാത്തതുകൊണ്ട്. എന്തായാലും അങ്ങനെ വരെ ഉണ്ട് റൂമറുകൾ. സോ അമ്മാതിരി അടിയാണ് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തത്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ കയ്യിലുള്ള എയർക്രാഫ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു, ഡ്രോണുകളുടെ എണ്ണം കുറഞ്ഞു, മിസൈലുകളുടെ എണ്ണം കുറഞ്ഞു, എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ എണ്ണം കുറഞ്ഞു. അങ്ങനെ പാകിസ്ഥാൻ സൈനികമായി ദുർബലമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് പാകിസ്ഥാന്റെ റാങ്ക് താഴോട്ടല്ലാതെ പിന്നെ എങ്ങോട്ട് പോവാനാണ്? അതാണ് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ നമ്മൾ കാണുന്നത്. പാകിസ്ഥാൻ 14ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. ശക്തമായിട്ട് യുദ്ധം നടക്കുമ്പോഴും റഷ്യ അവരുടെ 2ാം സ്ഥാനം തുടർച്ചയായിട്ട് കുറെ കാലമായിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട്. അമേരിക്ക 1ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുന്നു. ചൈന 3ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുന്നു. ഇന്ത്യ 4ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുന്നു. ഇവിടെ 4 രാജ്യങ്ങൾ മാത്രമാണ് ഈ പൊസിഷനിൽ മാറ്റമില്ലാതെ തുടരുന്നത്. ഇന്ത്യ മുകളിലേക്ക് കയറി വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റും കൂടി ഉയരണം. ഒരു 200-300 ബില്യൺ US$ ഡിഫൻസ് ബഡ്ജറ്റ് ഉണ്ടാവുകയും കുറെ കൂടി എണ്ണം ആയുധങ്ങൾ, ഇപ്പോൾ യുദ്ധ വിമാനങ്ങളാണെങ്കിലും മുങ്ങിക്കപ്പലുകളാണെങ്കിലും ആയുധങ്ങളുടെ എണ്ണം ഇന്ത്യ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ തന്നെ ഇന്ത്യക്ക് മുകളിലോട്ട് കയറി വരാം. പക്ഷെ അപ്പോഴും റഷ്യയും ചൈനയും ഇതുപോലെ തന്നെ ശക്തമായ രാജ്യങ്ങളായിട്ട് തുടരുകയാണെങ്കിൽ വലിയ മത്സരം തന്നെ ഉണ്ടാവും. അപ്പൊ ഈ 4 പൊസിഷൻ എന്തായാലും അടുത്ത കാലത്തൊന്നും മാറാൻ പോകുന്നില്ല. 5ാം സ്ഥാനത്ത് ഇപ്പോൾ സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ശരിക്കും അമേരിക്കയുടെ ഒരു പ്രോക്സി സ്റ്റേറ്റ് എന്നുള്ള രീതിയിലാണ്. കാരണം സൗത്ത് കൊറിയ അമേരിക്ക അത്രമേൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്ക ഒരു വലിയ ഭീഷണിയായിട്ടാണ് ഉത്തര കൊറിയയെ കാണുന്നത്. എന്നെങ്കിലും ഒരിക്കൽ ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയായിട്ട് മാറിയാൽ സൗത്ത് കൊറിയ മുന്നിൽ നിർത്തി അമേരിക്ക അടിക്കും. എന്താണോ യുക്രൈനെ മുന്നിൽ നിർത്തി റഷ്യക്കെതിരെ കളിച്ചത് അത് സൗത്ത് കൊറിയ മുന്നിൽ നിർത്തി കളിക്കും. പക്ഷെ അവിടെ റിസ്ക് എടുക്കാൻ പറ്റില്ല. സൗത്ത് കൊറിയ അതുകൊണ്ട് തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാക്കി നിർത്താൻ പരമാവധി അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അമേരിക്കൻ കമ്പനികളാണ് സൗത്ത് കൊറിയൻ കമ്പനികളുമായിട്ട് ചേർന്ന് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്, ടാങ്കുകൾ നിർമ്മിക്കുന്നത്, കപ്പലുകൾ നിർമ്മിക്കുന്നത്. ഇതിന്റെ ഒക്കെ പുറകിൽ അമേരിക്കയാണ്. പക്ഷെ ഇതുകൊണ്ട് സൗത്ത് കൊറിയയുടെ മിലിറ്ററി സ്ട്രെങ്ത് മുകളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഫ്രാൻസ് 6ാം സ്ഥാനത്ത്, ജപ്പാൻ അതുപോലെ തന്നെ അമേരിക്കയും ജപ്പാനും ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന ആയുധ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ജപ്പാനും ഈ പട്ടികയിൽ തുടരുന്നത്. നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ സാമന്ത രാഷ്ട്രങ്ങളാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഇത് അമേരിക്കയുടെ സ്ട്രെങ്തിനെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്, നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. യു എസ് കഴിഞ്ഞാൽ പിന്നെ സൗത്ത് കൊറിയ അമേരിക്കയുടെ സാമന്ത രാജ്യമാണ്. ജപ്പാൻ അമേരിക്കയുടെ സാമന്ത രാജ്യമാണ്. ബ്രിട്ടൻ അമേരിക്കയുടെ സാമന്ത രാജ്യമാണ്. ഇറ്റലി അമേരിക്കയുടെ സാമന്ത രാജ്യമാണ്. തുർക്കി അമേരിക്കയുടെ നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ ആ വിധത്തിലുള്ള ഒരു സാമന്ത രാഷ്ട്രമല്ലെങ്കിലും തുർക്കി അമേരിക്ക പറയുന്നതിന് അപ്പുറമില്ല. തുർക്കിക്ക് നാറ്റോ മെമ്പറാണ്. ഫ്രാൻസ് അമേരിക്കയെ എതിർക്കാനുള്ള ധൈര്യമൊന്നും ഇപ്പോഴും അല്ലാതെയൊന്നുമില്ല, അമേരിക്കയെ എതിർക്കാനുള്ള ശേഷിയുമില്ല. ഫ്രാൻസ് ഇവരൊക്കെ തന്നെ അമേരിക്കയുടെ കൺട്രോളിലുള്ള രാജ്യങ്ങളാണ്.
ഇതില് സ്വതന്ത്രമായിട്ടുണ്ടെന്ന് പറയാവുന്നത് റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കൺട്രോളിലാണ്. ഇനി ഇസ്രായേൽ ആകട്ടെ അവരുടെ റാങ്ക് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ 15-ാം സ്ഥാനത്താണ്. ഇസ്രായേൽ നേരത്തെ 17ഓ 18ഓ സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 15-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഇനിയും റാങ്ക് മെച്ചപ്പെടുത്തി കൂടുതൽ മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആണവായുധമില്ലാത്ത ഇന്തോനേഷ്യ പോലും പാകിസ്ഥാനേക്കാൾ മുകളിലാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എക്കണോമിക്കലി പാകിസ്ഥാനേക്കാൾ വളരെ സ്റ്റേബിൾ ആണ് ഇന്തോനേഷ്യ. അതുപോലെ തന്നെ ടെക്നോളജിയിലും പാകിസ്ഥാനെ പോലെ അത്രയും ഒരു രാജ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇന്തോനേഷ്യ നിൽക്കുന്നത്. ഈവൻ നാളെ ചിലപ്പോൾ ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിൽ പോലും ഡിഫൻസ് ഡീൽ ഉണ്ടാവാം, ബ്രഹ്മോസ് മിസൈലുകൾ അടക്കമുള്ള. അപ്പോൾ ഒരു പരമ്പരാഗത യുദ്ധത്തിൽ പാകിസ്ഥാനെ ചിലപ്പോൾ മലർത്തിയടിക്കാൻ ഇന്തോനേഷ്യക്കൊക്കെ ഈസി ആയിട്ട് പറ്റും. ആണവായുധം പാകിസ്ഥാൻ ഉപയോഗിച്ചാൽ തിരിച്ച് പല സൈഡിൽ നിന്ന് അടി പാകിസ്ഥാന് കിട്ടും. ആണവായുധം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയല്ല, അത് വിടാം നമുക്ക്. മറിച്ച് ഒരു സാധാരണ യുദ്ധത്തിൽ ഇന്തോനേഷ്യയുടെ അടുത്ത് പോലും ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാനൊന്നും പറ്റിയെന്ന് വരില്ല. അത്രയും ഒരു ദുർബലമാണ് പാകിസ്ഥാൻ. അത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ വലിയ തിരിച്ചടി ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ നേരിടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.